ഹലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് താൻ തന്നെ മത്സരിക്കണമെന്ന് പാർട്ടി പറയുമെന്നും മത്സരിക്കാൻ താൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുമെന്നുമാണ് ശശി തരൂർജി പറയുന്നത്. അദ്ദേഹം തയ്യാറെടുത്തു കഴിഞ്ഞെന്ന് നമുക്ക് അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പോസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലിട്ട സിയാവർ രാമചന്ദ്ര കി ജയ് ആണെങ്കിലും പത്മശ്രീ ലഭിച്ച ഗൗരി ലക്ഷ്മിബായിയെ സന്ദർശിച്ചതാണെങ്കിലും എല്ലാ പോസ്റ്റിലും വ്യക്തമാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആ ഡിറക്ഷനിലേക്കാണെന്ന്. അപ്പോൾ വെൽക്കം ടു ജംഗിൾ വൈൻസ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അദ്ദേഹം സിയാവർ രാമചന്ദ്ര കി ജയ് ഇട്ടപ്പോൾ, അങ്ങനെ ഒരു ട്വീറ്റ് എക്സിൽ ഇട്ടപ്പോൾ നിഷ്കളങ്കരായ കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും വിചാരിച്ചത് തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന ന്യായീകരണവുമായി തരൂർജി എത്തുമെന്നാണ്. പക്ഷേ അങ്ങനെ എത്താത്തപ്പോൾ രാമൻ ആരുടെയും കുത്തകയല്ലെന്നും രാമന്റെ അവകാശം ആർക്കും കൊടുത്തിട്ടില്ലെന്നും ഉള്ള സ്ഥിരം ന്യായീകരണവുമായി മറ്റുള്ളവരെത്തി. ഇങ്ങ് തെക്ക് കോൺഗ്രസ്സുകാർ മുതൽ അങ്ങ് വടക്ക് നാഷണൽ കോൺഫറൻസിന്റെ ഫറൂഖ് അബ്ദുള്ള വരെ രാമചരിതമാനസ് പാടുന്ന സമയമാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് രാമൻ ആരുടെയും കുത്തകയല്ല എന്ന് പറയുന്നതാവും കുറച്ചുകൂടി നല്ല ന്യായീകരണം. അഥവാ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഈ ഫറൂഖ് അബ്ദുള്ളയുടെ രാമചരിതമാനസ ആലാപനം കള്ളമാണെന്നോ തള്ളാണെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയും കപിൽ സിബലുമായിട്ടുള്ള ഇന്റർവ്യൂ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജനുവരിയിലുള്ള ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്തായാലും നമ്മുടെ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ വിശ്വപൗരനായ തരൂർജിയേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വപൗരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് എങ്കിലും വിശ്വപൗരൻ എന്നത് കൂടുതൽ യോജിക്കുന്നത് രാഹുൽജിക്കാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ ഇലക്ഷൻ തോൽക്കുമ്പോഴും തൻ്റെ ക്ഷീണമകറ്റാൻ, തൻ്റെ സമ്മർദ്ദമകറ്റാൻ അദ്ദേഹം വിദേശത്തേക്കാണ് പോകുന്നത്. മെയിൻലി തായ്ലൻഡിലേക്കാണ് അദ്ദേഹം പലതവണയായി പോയി സമ്മർദ്ദമകറ്റി തിരിച്ചു വരുന്നത്, കൂടുതൽ ഊർജ്ജസ്വലനായി, കൂടുതൽ ഉന്മേഷത്തോടെ. എന്നാലും രാഹുൽജി ഇന്ന് ചിന്തിക്കുന്നതാണ് ലോകം നാളെ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 2003 അദ്ദേഹം കുമരകത്ത് തൻ്റെ കൊളംബിയൻ ഗേൾഫ്രണ്ടായ ജുവാനിറ്റയോടൊപ്പം ബ്ലാക്ക് കാറ്റ് കമാൻഡോ സെക്യൂരിറ്റിയോടുകൂടി റൂം എടുത്തു. അന്ന് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട് നിലവിലുള്ള സമയമായിരുന്നു. പക്ഷേ അതിനെ ചോദ്യം ചെയ്ത ഹർജി പോലും, പരാതി പോലും എവിടെ പോയെന്നോ പരാതിക്കാരൻ എന്ത് പറ്റിയെന്നോ അതിൻ്റെ അന്വേഷണം എന്തായെന്നോ ഒന്നും അറിയില്ല. 2018-19 കാലഘട്ടത്തിൽ ഹൈക്കോർട്ടും സുപ്രീം കോർട്ട് ഓർഡർ വഴി പ്രായപൂർത്തിയായ 2 പേർക്ക് ഹോട്ടലിൽ താമസിക്കാനും ലിവിംഗ് ടുഗദർ നടത്താനും പ്രശ്നമില്ല എന്നും അത് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ടിൽ വരില്ല എന്നും നിയമം വന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ വഴി വെട്ടിത്തെളിച്ച, ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടിയ മഹാനായ വ്യക്തിയാണ് രാഹുൽജി. അപ്പോൾ എന്തായാലും രാഹുൽജിയെ നമുക്ക് തൽക്കാലം വിശ്വപൗരൻ എന്ന് വേണ്ട, ആഗോള പൗരൻ എന്ന് വിളിക്കാം. ആഗോളതലത്തിൽ തന്നെ സ്വീകാര്യനായ ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ പറഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ തരൂർജി പറഞ്ഞത് പാർട്ടി തന്നോട് മത്സരിക്കാൻ പറയും. മത്സരിക്കാൻ പറഞ്ഞില്ലെങ്കിലും താൻ മനസ്സുകൊണ്ട് റെഡിയായി കഴിഞ്ഞു മത്സരിക്കാൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായ സ്ഥിതിക്ക് വരികൾക്കിടയിലുള്ള വായന അത്യാവശ്യമാണ്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ഒരു അഭിപ്രായമല്ല, മറിച്ച് പാർട്ടിക്കുള്ളൊരു താക്കീതാണ്, ഒരു കുഞ്ഞു ഭീഷണി. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ മത്സരിക്കും, കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിലും ഞാൻ മത്സരിക്കും. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാവാം, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായിട്ടാവാം. BJP അവിടെ റെഡിയാണ്. BJPക്ക് ഒരു സീറ്റ് കിട്ടിയാൽ മതി കേരളത്തിൽ നിന്ന്. അതിന് ആര് മത്സരിച്ചാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. തരൂർജി ഓക്കെ പറയുവാണെങ്കിൽ ചുവന്ന പരവതാനി വിരിച്ച് കക്ഷി സ്വീകരിച്ച് ആനയിച്ച് സ്ഥാനാർത്ഥിയാക്കും. മിക്കവാറും നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്യും. അഥവാ ജയിച്ചില്ലെങ്കിലും തരൂർജിക്ക് നഷ്ടം വരാനില്ല. അടുത്ത മന്ത്രിസഭ BJPയുടേതാണെങ്കിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും തരൂർജിക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ലോക്സഭയിൽ ജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രാജ്യസഭ നീണ്ടു പരന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും തരൂർജി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വോട്ട് ഏത് ബാങ്കിലാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമാണ്. അതിനുള്ള നടപടികൾ, അതിനുള്ള പരിപാടികൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അരിയാഹാരം കഴിക്കുന്നവർക്കല്ല, ചപ്പാത്തി കഴിക്കുന്നവർക്കായാലും മനസ്സിലാകും തരൂർജിയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ സ്ഥാനാർത്ഥിയാവണം. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യത 90% ഉണ്ട്.
അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സിയാവർ രാമചന്ദ്ര കി ജയ് പറഞ്ഞ പത്മശ്രീ കിട്ടിയ ഗൗരി ലക്ഷ്മിബായി പ്രിൻസസിനെ അങ്ങോട്ട് പോയി കണ്ട് അനുമോദിച്ച വോട്ട് ബാങ്കിൽ ശക്തമായ സാന്നിധ്യമുള്ള തരൂർജിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക. അദ്ദേഹത്തെ വെറുതെ ഒരു സ്നോളി ഗോസ്റ്റർ ആക്കാതിരിക്കുക. താങ്ക് യു.